സ്നേഹയുടെ കഥ കേൾക്കാം. രാവിലെ പോയാൽ സന്ധ്യയ്ക്ക് വീട്ടിലെത്തുന്നത് എന്തെങ്കിലും കഴിച്ച് വായിക്കാനിരിക്കും, ഉറക്കം വരുന്നതുവരെ. പയ്യെ പയ്യെ ആ പയ്യൻ സ്നേഹയെ പോകുന്ന സമയം നോക്കി കൂടെ വരാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിലൊക്കെ തിരിച്ചും നോക്കിയിരുന്ന് ഒന്നിച്ചു വരാൻ തുടങ്ങി. സ്നേഹയ്ക്ക് പക്ഷേ ഒരടുപ്പവും തോന്നിയില്ല. സന്ധ്യയ്ക്ക് തന്നെ കൂപ്പിലൂടെ വരാൻ ഒരു കൂട്ട്, അത്രയേ സ്നേഹ കരുതിയുള്ളൂ. ആളുകൾ കണ്ടാലും സ്നേഹയ്ക്ക് ഒന്നും തോന്നാറില്ല. കേട്ടതിൽ കൂടുതൽ എന്ത് കേൾക്കാൻ എന്നൊരു ഭാവം. ആരെങ്കിലും വന്നാൽ സ്നേഹ ചേർന്ന് നിന്ന് വർത്തമാനം പറഞ്ഞു നടക്കും. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. ആ കമ്പനി മുതലാളികൾ തമ്മിൽ എന്തോ പ്രശ്നം. പിന്നെ മെറ്റീരിയൽ വരാതായി, പണികൾ മുടങ്ങി, ശമ്പളം വൈകി. പിന്നെ പയ്യെ പയ്യെ തൊഴിലാളികൾ നിർത്തിപ്പോയി തുടങ്ങി. 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പോയി കമ്പനിയിൽ നിന്നും. സ്നേഹയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. അതിൽ ഒരു സാർ ഡൽഹിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളുമായി ഇവിടെ താമസിക്കുകയായിരുന്നു. കമ്പനി നിന്നപ്പോൾ അവർ തിരികെ പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, സ്നേഹയും ഞങ്ങളോടൊപ്പം പോരെ, അവിടെ സ്റ്റെനോ ആയി ജോലി കിട്ടാൻ വലിയ പ്രയാസമില്ല എന്നൊക്കെ. നമുക്കവിടെ വീടുണ്ട്, അവിടെ നിന്നും താമസിച്ച് ജോലിക്ക് പോകാം എന്നൊക്കെ. സ്നേഹയ്ക്ക് ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്നേഹ ചേട്ടന് ലെറ്റർ എഴുതി പോകുവാണ് എന്നൊക്കെ. അപ്പോൾ നിനക്ക് ഹിന്ദി അറിയില്ലല്ലോ എന്ന് കളിയായി പറഞ്ഞു. ആ സാർ പോയിട്ട് 3 മാസം കഴിഞ്ഞ് ഇവിടെ കാലിയാക്കി പോകാം എന്ന് പറഞ്ഞ് സാർ പോയി. ചേച്ചിയും കുട്ടികളും നാട്ടിലുണ്ടായിരുന്നു. സ്നേഹയോട് ഇടയ്ക്കൊക്കെ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് സാർ പോയത്. എന്നാൽ സ്നേഹ 3 മാസം വെറുതെ ഇരിക്കണമല്ലോ എന്ന് കരുതി ഒരു ലേഡീസ് സെൻ്ററിൽ ജോലിക്ക് കയറി. ആ സമയം ഏട്ടൻ അമ്മാവൻ്റെ മകൻ സുനിയുടെ ചേട്ടനോട് പറഞ്ഞു, അവൾ ഡൽഹിക്ക് പോവുക, ചിലപ്പോൾ ഇനി മടങ്ങി വരില്ല എന്നൊക്കെ പറഞ്ഞു. സങ്കടം പറഞ്ഞു. സ്നേഹയുടെ തീരുമാനവും അതായിരുന്നു. നാട്ടിൽ ആരുമില്ല, പോയാൽ ഇനി തിരിച്ചിങ്ങോട്ടില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ടെലിപ്പതിയാണോ എന്തോ, ഏട്ടനത് മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മാവൻ്റെ മകൻ വന്നു. ബാംഗ്ലൂർക്ക് നിന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ലേഡീസ് സെൻ്ററിൽ പോയി പറഞ്ഞു. വേറെ ആളെ എടുത്തു, ഇവൾ നിർത്തുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിക്ക് പോവുക, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി, സമ്മതിച്ചില്ല. നിൻ്റെ തന്നിഷ്ടത്തിന് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചപിടിയാലെ കൊണ്ടുപോയി. അന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു. സ്നേഹ പോയി ആ ചേച്ചിയോടും കുട്ടികളോടും യാത്ര പറഞ്ഞു. അവർക്ക് വിഷമമുണ്ടായിരുന്നു. സ്നേഹയും ചെല്ലും എന്നവർ ആശിച്ചിരുന്നു. അങ്ങനെ ബാംഗ്ലൂർക്ക് പോയി. ഒരു ഹാളും അടുക്കളയുമുള്ള ഒരു കുഞ്ഞു വീട്. അവിടെ സ്നേഹ കരുതി സ്നേഹയും സുനിയുടെ ചേട്ടനും സ്നേഹയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി. ചെന്നപ്പോൾ കുറേ ആളുകളുണ്ട്.